ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഉത്തരം ഹിരോഷിമ, നാഗസാക്കി. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ്? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ബറാക് ഒബാമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഏതാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഏതാണ്? 1945 ഓഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം എപ്പോഴാണ്? ഉത്തരം രാവിലെ 8:15. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം എന്ന്? 1945 ഓഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം എപ്പോഴാണ്? ഉത്തരം പകൽ 11:02. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 4400 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം എത്രയായിരുന്നു? ഉത്തരം 3 മീറ്റർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാന പൈലറ്റിന്റെ പേര് എന്ത്? ഉത്തരം പോൾ ഡബ്ല്യു ഡിബറ്റ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 4670 കിലോഗ്രാം. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം എത്രയായിരുന്നു? ഉത്തരം 3.3 മീറ്റർ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം 235. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ്? ഉത്തരം പ്ലൂട്ടോണിയം 239. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? ഉത്തരം പോൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഏതാണ്? ഉത്തരം സഡാക്കോ സസുക്കി.